ഓസ്ട്രേലിയൻ സ്കിൽഡ് മൈഗ്രേഷൻ സിസ്റ്റത്തിൽ ഓസ്ട്രേലിയ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു മേജർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും വന്നിട്ടില്ല. ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിലുണ്ട് മൈഗ്രേഷൻ സ്ട്രാറ്റജി ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഓസ്ട്രേലിയ കഴിഞ്ഞ ഡിസംബറിൽ പുറത്തിറക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ PR പോയിൻ്റ് സിസ്റ്റത്തിനെ അവർ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സിറ്റിയെ ഏൽപ്പിച്ചു. ആ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് എനിക്കറിയാം, ഞാനത് പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊരു യൂണിവേഴ്സിറ്റിയെ ഒരു ടാസ്ക്കായിട്ട് ഏൽപ്പിച്ചു. അതായത് റിസർച്ച് നടത്തി ഈ ഓസ്ട്രേലിയൻ PR പോയിൻ്റ് സിസ്റ്റത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതായത് ഇങ്ങോട്ട് വരുന്ന സ്കിൽഡ് മൈഗ്രൻസിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കാം, അതിനു വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുക, അതിനുശേഷം PR പോയിൻ്റ് സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഈയിടയ്ക്ക് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ ഞാൻ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് കറണ്ട് പോയിന്റ് സിസ്റ്റം, മറ്റൊന്ന് എന്തൊക്കെയാണ് ചേഞ്ചസ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് കറണ്ട് പോയിന്റ് സിസ്റ്റം നോക്കാം. ഇപ്പോൾ ഉള്ള പോയിന്റ് സിസ്റ്റം അനുസരിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഏജിനനുസരിച്ച്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച്, നിങ്ങളുടെ നാറ്റി എക്സാമിൻ്റെ റിസൾട്ടിനനുസരിച്ച്, ഇവിടെ പഠിച്ച എലിജിബിലിറ്റീസ്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എലിജിബിലിറ്റീസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂട്ടാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ പോയി നോക്കിയാൽ കാണാം. ഇതിൽ നിന്നും ചേഞ്ചസ് ആണ് സംഭവിക്കാൻ പോകുന്നത്. ആ ചേഞ്ചസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ. നമുക്ക് പോയി നോക്കാം എന്താണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ചേഞ്ചസ് എന്നുള്ളത്. മേജറായിട്ട് 6 ചേഞ്ചസ് ആണ് നമ്മളിപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നത്. ഇതിൻ്റെ ഫൈനൽ വേർഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. അതെങ്ങനെയും ആവാം. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ചിനനുസരിച്ച് അത് മാറാം. ഈ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ചിനനുസരിച്ചും അതുപോലെ അവരുടെ സജഷൻസിനനുസരിച്ചും ഈ പോയിന്റ് സിസ്റ്റത്തിന് വേറെ ചേഞ്ചസ് ഒക്കെ സംഭവിക്കാം. പക്ഷേ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ 6 ചേഞ്ചസ് ആണ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. നാറ്റി എക്സാം എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏത് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നവരും ആയിക്കോട്ടെ, ആ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇംഗ്ലീഷിൽ നിന്ന് ആ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ എബിലിറ്റിയാണ് ആ എക്സാം മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഒരു എബിലിറ്റി കൊണ്ട് ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ആ എബിലിറ്റി കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ എബിലിറ്റി സ്കിൽഡ് മൈഗ്രേഷൻ പോയിന്റിന് ഒരു ബേസ് ആവാൻ അതുകൊണ്ട് തന്നെ ആ എബിലിറ്റി കൊണ്ട് നിങ്ങൾ PR പോയിന്റിൽ പോയിന്റ് കൂട്ടരുത് എന്നുള്ളതാണ് പൊതുവെയുള്ള സ്കിൽഡ് മൈഗ്രേഷൻ സ്ട്രാറ്റജി ഔട്ട്ലുക്ക് ബുക്കിൽ ഒന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ആ പോയിന്റ് എടുത്തു കളയാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തേത് ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെൻറ്റ്സിൻ്റെ പോയിന്റ്. അതായത് ഇപ്പോൾ ഉള്ള പോയിന്റ് അനുസരിച്ച് നിങ്ങളിവിടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് കൂടും. പക്ഷേ ഇനിയുള്ള ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസസ് കൊടുക്കുക. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ചെയ്ത് ഇവിടെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ചാൻസസ് കൊടുക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റി ഗവൺമെൻറ്റിന് ഉണ്ടെന്നുള്ളത് ഈ മൈഗ്രേഷൻ സ്ട്രാറ്റജി ഔട്ട്ലുക്കിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങളിവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നിങ്ങൾ PRന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള 5-ൽ നിന്നും 10 ആവാം, 10-ൽ നിന്ന് 15 ആവാം. അതിനുള്ള സാധ്യതകൾ വളരെയധികമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് ക്ലിയർ ആയിട്ട് മൈഗ്രേഷൻ സ്ട്രാറ്റജി ഔട്ട്ലുക്ക് നോട്ട്ബുക്കിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ചേഞ്ചും അതുപോലെ ഇത് സംഭവിക്കാനുള്ള സാധ്യതയും എന്ന് പറയുന്നത് 99.9% ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓസ്ട്രേലിയൻ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ അതേ പ്രൊഫഷനിലുള്ള ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PR വളരെ ഈസി ആയിരിക്കും. അതായത് വളരെ ഹൈ പോയിന്റ്സ് ആണ് അവർ എയിം ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള 5 പോയിൻറ്റോ അല്ലെങ്കിൽ 10 പോയിൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്കൊരു എംപ്ലോയറെ കൂടി നിങ്ങളുടെ പ്രൊഫഷനിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 20-30 പോയിൻറ്റ്, അത്രയും ഹൈ പോയിൻറ്റ്സ് ആണ് അവർ കൂടുതൽ ചാൻസ്. അതായത് ഒരു സ്കിൽഡ് പ്രൊഫഷനിലാണ് നിങ്ങളിവിടെ വന്നതിന് ശേഷം പഠിച്ചു, നിങ്ങൾക്ക് അതേ പ്രൊഫഷനിൽ ഒരു എംപ്ലോയറെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്നത് വളരെ ഈസി ആയി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നമ്മുടെ മൈഗ്രേഷൻ സ്ട്രാറ്റജി ഔട്ട്ലുക്കിൽ റഫായിട്ടൊന്ന് റെഫർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈയിടയ്ക്ക് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെ ഒരു സാധ്യതയും ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് റീജിയണൽ ഏരിയയിൽ കൂടുതൽ പോയിൻറ്റ്സ്. അതായത് ചിലപ്പോൾ നിങ്ങൾ റീജിയണൽ ഏരിയയിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള 491 പോലെ തന്നെ കൂടുതൽ പോയിന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് സിറ്റികളൊക്കെ തന്നെ ഡെവലപ്ഡായി, മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ, പെർത്ത് ഒക്കെ തന്നെ വളരെയധികം ഡെവലപ്ഡായി, ഭയങ്കര പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് ആൾക്കാരെ റീജിയണൽ ഏരിയാസിലേക്ക് വിടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പുഷ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് റെഡി ആവുകയാണെങ്കിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺട്രവേഴ്സിയാണ്, എന്നാലും ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഉള്ള PRൻ്റെ എലിജിബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് 45 ഏജ് ആണ്.
ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ്, സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വന്നതിന് ശേഷം 35 ഏജിന് ശേഷം ടെമ്പററി റെസിഡൻസി എന്ന് പറഞ്ഞ വിസയിലേക്ക് നിങ്ങൾക്ക് 35 ഏജിന് മേളിലാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം ടെമ്പററി റെസിഡൻസിയിലേക്ക് മാറി, പിന്നെ വീണ്ടും മാറി സ്റ്റുഡൻറ്റ് വിസകളെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത്. ഇനി ഈ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് 35 മേളിലാണെങ്കിൽ ടെമ്പററി റെസിഡൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് യൂസ് ഇല്ല. ഓസ്ട്രേലിയക്ക് വേണ്ടത് സ്കിൽഡ് ആയിട്ടുള്ള പെർമനൻറ്റ് റെസിഡൻസിനെയാണ്. അതുകൊണ്ട് അത് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ചെയ്യാൻ വരുന്ന അടുത്ത ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള സ്കിൽഡ് മൈഗ്രേഷൻ എലിജിബിലിറ്റി ഏജ് ആയ 45 നിന്ന് പുറകോട്ട് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ഒന്നും പുറകോട്ട് വരണമെന്നില്ല, 35 വരെ ഒന്നും വരില്ല. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു 40 വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഏറ്റവും അവസാനത്തെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ വേറെ ആർക്കും അറിയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിൽഡ് മൈഗ്രേഷൻ വിസകളിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്കിൽഡ് മൈഗ്രൻ്റ് ആണ്, അതുപോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിൻ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ വേറെ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് എനിക്ക് ഇൻറ്റേർണലായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അതായത് നിങ്ങൾ സ്കിൽഡ് മൈഗ്രൻ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാനുള്ള താല്പര്യം കൂടുതലുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ചാൻസും, അതായത് അങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് PR പോയിൻറ്റ് സിസ്റ്റത്തിൽ കൂടുതൽ പോയിൻ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ 6 ചേഞ്ചസാണ് നമ്മളിപ്പോൾ PR പോയിൻറ്റ് സിസ്റ്റത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിനി എക്സിക്യൂട്ട് ആവുന്നത് നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ അനദർ 2 ഇയറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാകാം. അത് ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ റിസർച്ച് എപ്പോഴാണ് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിന് ശേഷം ആ റിസർച്ച് പബ്ലിക്കിലേക്ക് എത്തി, പബ്ലിക്കിൻ്റെ ഇൻപുട്ട് സ്വീകരിച്ച് ആ ഇൻപുട്ടിൽ നിന്നും അവർ ഫിൽറ്റർ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതല്ലാതെ അടുത്ത മാസം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നുമല്ല. അതുകൊണ്ട് ഒരു ചേഞ്ച് എന്തായാലും PR പോയിൻറ്റ് സിസ്റ്റത്തിൽ സംഭവിക്കും. ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം റിസർച്ചിൻ്റെ ഫലമനുസരിച്ച് അവരുടെ തീരുമാനം അവർ മാറ്റിയെന്ന് വരാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.